നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നടിയും ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയുമായ രേണു സുധി. അതിനിടയിൽ ചിരിച്ച മുഖത്തോടെയും വീഡിയോകളും റിയാക്ഷൻ വീഡിയോകളും എല്ലാം തന്നെ രേണു ചെയ്യാറുമുണ്ട്. ഇതെല്ലാം പ്രേക്ഷകർ കണ്ട് വലിയൊരു വിലയിരുത്തലും നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രേണുവിന് ക്യാൻസർ ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. എന്നാൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് തന്റെ വരുമാന മാർഗമാണെന്നും അതിലൂടെയാണ് തനിക്കുള്ള ചികിത്സാ തുക കിട്ടുന്നത് എന്നും രേണു സുധി പറയാറുണ്ട്. എന്നാൽ തനിക്കെതിരെ അധിക്ഷേപകരമായ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോകൾ ചെയ്യുന്നവർക്കുള്ള ഒരു താക്കീതാണ് രേണു സുധി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രേണു സുധിയെ അധിക്ഷേപിച്ച കേസിൽ ഒരു യൂട്യൂബറെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഓരോ കീമോയ്ക്ക് വേണ്ടിയും 2 ലക്ഷത്തിന് മുകളിലുള്ള മരുന്ന് എടുക്കണമെന്ന് അതിനു വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും രേണു സുധി വ്യക്തമാക്കിയിരുന്നു. എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും അടുത്ത കീമോ കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിയില്ലെന്നും പക്ഷേ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമെന്നും രേണു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ക്യാൻസർ രോഗത്തോട് പൊരുതുമ്പോഴും രേണുവിനെ വിടാതെ പിന്തുടരുകയാണ് റിയാക്ഷൻ വ്ലോഗേഴ്സ്. രേണുവിന് ശരിക്കും അസുഖമുണ്ടോ എന്ന് ചോദിക്കാൻ പോലും ഇവർ മടിക്കുന്നില്ല. ഇതും കീമോതെറാപ്പി കാരണം രേണുവിന്റെ ആരോഗ്യം പാടെ ക്ഷയിച്ചിരിക്കുകയാണ്. ഇത്രയും ക്രൂരമായ വേട്ടയാടലുകൾക്കിടയിലും രേണുവിനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. അതിൽ ഒരാളാണ് സുഹൃത്തായ സജീന. കൊല്ലം സുധിയുടെ മകനായ കിച്ചുവിനെതിരെ സജീന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. രേണു സുധിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ് കിച്ചു വിളിച്ചിരുന്നു എന്നും ആ ഫോണ് അറ്റൻഡ് ചെയ്തത് രേണുവിന്റെ സഹോദരിയായ രമ്യയാണെന്നും രമ്യ രേണുവിന് ഫോണ് നൽകിയില്ലെന്നും രേണുവിനെ കാണാൻ സമ്മതിച്ചില്ലെന്നും ആരോപണങ്ങൾ വന്നിരുന്നു. കിച്ചു ആണ് ഇതെല്ലാം തന്നെ പറഞ്ഞത്. ഇതിലെ സത്യാവസ്ഥ നിങ്ങൾ കൂടി അറിയണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജീനയുടെ വീഡിയോ. ജൂൺ 13-ാം തീയതി നൽകിയ അഭിമുഖത്തിലാണ് തനിക്ക് ക്യാൻസർ ആണെന്ന് രേണു സുധി പറയുന്നത്. അന്ന് താൻ അന്നേ ദിവസം കിച്ചു ഫോൺ ചെയ്തു എന്നത് സത്യമാണ്. വായിലിട്ട് അലിയിച്ച് കഴിക്കുന്ന ഒരു ഗുളിക കഴിക്കുമ്പോഴായിരുന്നു കിച്ചു ഫോൺ വരുന്നത്. രമ്യ ഫോൺ എടുത്ത് സ്പീക്കറിലിട്ട് രേണുവിനെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ഗുളിക കഴിക്കുന്നത് കൊണ്ട് രേണുവിന് കോളിൽ സംസാരിക്കാനായില്ല. കോള് വെച്ച ഉടനെ വോയിസ് മെസ്സേജ് അയച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച സജീന രേണു അയച്ച വോയിസ് മെസ്സേജ് കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കിച്ചു, എന്റെ വാ പൊട്ടിയിരിക്കുകയാണ്. നീ വിളിച്ചപ്പോൾ ഗുളിക വായിലിട്ട് അലിപ്പിക്കുകയായിരുന്നു. അതാണ് സംസാരിക്കാതിരുന്നത്. ഞാനിപ്പോൾ കിടക്കാൻ പോവുകയാണ്. തിങ്കളാഴ്ച നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എനിക്ക് സുഖമില്ല എന്നാണ് രേണു പറയുന്നത്. ആ മെസ്സേജ് ചെന്ന ശേഷം യാതൊരു വിധത്തിലുള്ള പ്രതികരണവും കിച്ചുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് സത്യാവസ്ഥയായ കാര്യങ്ങൾ. അല്ലാതെ കിച്ചുവിനെ കാണേണ്ട എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തു എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇപ്പോൾ താരാട്ട് പാടുന്നവർ തന്നെയാണ് കിച്ചുവിനെതിരെ മുൻപ് വളരെ മോശമായ വീഡിയോകൾ ഇട്ടതെന്നും സജീന പറയുന്നുണ്ട്. എന്നാൽ രേണു സുധിക്ക് അർബുദം സ്ഥിരീകരിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കിച്ചു അവരെ വിളിച്ചുവെന്ന് മുൻ ബിഗ് ബോസ് താരമായ സായ് കൃഷ്ണ പറയുകയുണ്ടായി. എന്നാൽ കോൾ എടുത്തത് രേണുവിന്റെ ചേച്ചിയാണെന്നും അവിടെ നിന്നും വന്ന വോയിസ് മെസ്സേജ് വിഷമിപ്പിച്ചതിനാലാണ് അവൻ പിന്നീട് രേണുവിനെ വിളിക്കാതിരുന്നത് എന്നുമായിരുന്നു സായ് കൃഷ്ണ പറഞ്ഞത്. ഞാൻ ആദ്യമായി രേണുവിനെ വീഡിയോ കോൾ ചെയ്ത ദിവസം എന്നോട് രേണു കരഞ്ഞു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കിച്ചുവിനോട് ഒന്ന് സംസാരിക്കണം സായ് എന്നായിരുന്നു അത്. അവരുടെ ഫോൺ വെച്ച ഉടൻ ഞാൻ കിച്ചുവിനെ വിളിക്കുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞത്, സായ് ബ്രോ, ഞാൻ അമ്മയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷെ അമ്മയെ ഫോണിൽ കിട്ടിയില്ല. അമ്മയുടെ ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കി. അതുകൊണ്ട് പിന്നീട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പോയില്ല. വീട്ടിൽ വന്ന് കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആശുപത്രിയിൽ വന്ന് കാണാൻ പറ്റില്ല. രേണു വീട്ടിലുള്ള ദിവസം പറയാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വീട്ടിൽ നിന്നും ആളെ കൂട്ടി പോകാമെന്ന് കിച്ചു എന്നോട് രേണുവിന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച സമയത്ത് പറഞ്ഞിരുന്നുവെന്നും സായ് കൃഷ്ണ പറയുന്നുണ്ട്. ചിലപ്പോൾ കിച്ചു വിളിച്ചത് രേണു അറിഞ്ഞു കാണില്ല. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാള് മകൻ വിളിച്ചോ ഇല്ലയോ എന്ന് അറിയണമെന്നില്ലല്ലോ. അതിന്റെ സങ്കടത്തിലാകും കിച്ചുവിനെ കാണാൻ വന്നില്ലെന്ന പരാതി രേണു തന്നെ പറയുകയും ചെയ്തത്. കീമോയ്ക്ക് പോകും മുമ്പാണ് കിച്ചുവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് രേണു വീഡിയോയും ഇട്ടിരിക്കുന്നത്. കീമോ കഴിഞ്ഞ ശേഷമാണ് എന്നോട് സംസാരിച്ചത്. മകൻ വിളിച്ചിരുന്നുവെന്ന് അപ്പോഴാണ് രേണുവിന് മനസ്സിലാകുന്നത്. ആദ്യം വീഡിയോ ഇട്ടപ്പോൾ രേണുവിന് കിച്ചു വിളിച്ച വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അമ്മയും മകനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. സബ്സ്ക്രിപ്ഷൻ വീഡിയോയുടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കിച്ചു തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്ന കാര്യമാണ്. ഇരുവർക്കും ഇടയിലെ പ്രശ്നങ്ങൾ തീരാതെ ആളുകൾ അവരെ തമ്മിലടിപ്പിക്കുവാൻ നോക്കുകയാണ്. പിന്നെ ഇങ്ങനെയാണ്
രേണുസുതിക്ക് എതിരെയുള്ള കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മിക്കവാറും രേണു സ്വയം ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഒരു മനുഷ്യൻ ഇത്രയധികം അക്രമങ്ങൾ വന്നാൽ പിന്നെ എന്താണ് ചെയ്യുക? ആ ബിഷപ്പിനെയൊക്കെ ചാട്ട കൊണ്ട് അടിക്കണം. അയാൾ ബിഷപ്പാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. രേണുവിന് ക്യാൻസർ ആണ്, അസുഖമാണെന്ന് ആർക്കും ഫേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കീമോയുടെ മെഡിസിൻ കയറിയാൽ ശരീരമാകെ തളർന്നു പോകും. രേണുവിന്റെ ശരീരം പോലും വളരെ കുറവാണ് എന്നുമായിരുന്നു സായി കൃഷ്ണ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ സായി കൃഷ്ണ വിളിച്ച വിവരം രേണു അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സജീന പറയുന്നത് രേണു അടുത്തുണ്ടായിരുന്നു, എല്ലാം കേട്ടിരുന്നു, ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതിനാൽ സംസാരിക്കാൻ വോയിസ് ഇട്ടു എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. ഇതിലിപ്പോൾ ആര് പറയുന്നതാണ് സത്യം എന്നതിൽ ഇപ്പോൾ വലിയൊരു സംശയത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അതേസമയം അർബുദം സ്ഥിരീകരിച്ച ശേഷം അതിന്റെ ചികിത്സയും മറ്റുമായി കഴിയുകയാണ് രേണുസുതി. 2 കീമോ ചെയ്തു കഴിഞ്ഞു. ചികിത്സ നടക്കുന്നതിനാൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതിനാൽ താരം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. വല്ലപ്പോഴും ഭക്തിഗാനങ്ങൾ ആലപിച്ച് പോസ്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം സുഹൃത്തായ സജീന രേണുവിനെ കാണാനായി ചെന്നിരുന്നു. രേണുവിന്റെ നിലവിലെ അവസ്ഥ കണ്ട് സ്തംഭിച്ചു പോയി എന്നാണ് സജീന പറയുന്നത്. നെഗറ്റീവ് പറയുന്നവർ അവളെ ഒന്ന് നേരിൽ വന്ന് കണ്ടാൽ പിന്നെ അവളെ വിമർശിക്കുവാൻ നിൽക്കില്ലെന്നും സജീന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. വീട്ടിൽ ചെന്ന് രേണുവിനെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി. രേണുവിനെ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം. ഭയങ്കരമായ വയ്യായികയായിരുന്നു, എനർജിയില്ല, മുഖവും ശരീരവും മൊത്തത്തിൽ വല്ലാതെയായി. ആ രൂപം എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ആകെപ്പാടെ ഇത്തിരിയേ ഉള്ളൂ. ഭയങ്കരമാമിതം അവശയായി പോയിരിക്കുന്നു. ആദ്യത്തെ കീമോയ്ക്ക് ശേഷം മനസ്സിൽ എനർജി കൊണ്ട് അവൾ വന്നതായിരുന്നു. റീൽസ് ഒക്കെ ചെയ്ത് സന്തോഷവതിയായി ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ എന്തെല്ലാം കണ്ട് ചില നാശം പിടിച്ചവർ സഹിച്ചില്ല. അസുഖം ബാധിതർ ഇങ്ങനെയാണോ ചെയ്യുക എന്ന് ചോദിച്ച് അത്തരക്കാർ വന്നത്. മനസ്സിന്റെ കട്ടി കൊണ്ടും അസുഖം മൂലം ശരീരത്തിൽ വന്ന വ്യത്യാസങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ആക്റ്റീവായി നിന്ന് അവൾ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. അവളെ കണ്ടപ്പോഴുള്ള അവസ്ഥ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്ക് അറിയില്ല. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. രേണുവിന് അസുഖമില്ലെന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റുകൾ പറയുന്നവരോട് നിങ്ങൾ തുടർന്നും ഇത് തന്നെ പറയണം. എന്നാലേ നിന്റെയൊക്കെ കുടുംബത്തിലെ നിനക്കൊക്കെ ഇത് അസുഖം വരുമ്പോൾ വിഷമം മനസ്സിലാവുകയുള്ളൂ. പ്രതീക്ഷിക്കാത്തൊരു പെരുമാറ്റവും 2ാമത്തെ കീമോയ്ക്ക് ശേഷം അവൾക്ക് വന്നിട്ടുണ്ട്. കണ്ണൊക്കെ കുഴിഞ്ഞുപോയി, ചുറ്റും ഡാർക്ക് നിറം വന്ന് മൂടിയിട്ടുണ്ട്, മുടിയെല്ലാം ഒരുപാട് പോയി. ശക്തിയായി ഒന്ന് ഊതിയാൽ പറന്നു പോകുന്ന പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. എന്നെ കണ്ടതും അവൾ കരയുകയായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവൾ ഉപ്പുമാവ് കഴിക്കുകയായിരുന്നു. അത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് അവൾ കഴിച്ചിരുന്നത്. കഴിച്ചതും ഛർദ്ദിക്കുവാൻ തുടങ്ങി. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് കണ്ട് ഞാൻ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ വരും, ഷോർട്ട് ഫിലിമും ആൽബവും ഒക്കെ ചെയ്യണം എന്ന് അവൾ പറഞ്ഞ് കരയുകയായിരുന്നു. അസുഖത്തിന്റെ കാഠിന്യം അവളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നവർ അവളെ ഒരു നോക്ക് പോയി കാണണം. അപ്പോൾ മനസ്സിലാകും എന്താണ് യഥാർത്ഥ അവസ്ഥ എന്നത്.